ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പലർക്കും പല രീതിയിലുള്ള പ്രോഫിറ്റ് കൺസെപ്റ്റ് ആയിരിക്കുന്നുണ്ടാവും. ചിലവർക്ക് പ്രീമിയം എൽറ്റിയിൽ പെട്ട് എസ്എല്ലുകൾ പോയിട്ടുണ്ടാവും. നമുക്കിവിടെ കാണാൻ പറ്റും, ഇന്നലെ നിഫ്റ്റി ഒരു ബ്രേക്ക് തന്ന് പിയിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടി. ഇന്ന് രാവിലെ തന്നെ ക്യാനിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്ത് അടിയിലേക്ക് പോയി, പിന്നെയും തിരിച്ച് കയറി. ഈ അടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇത് എത്തണ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എത്തണ ഭാഗം പിന്നെയും ഇന്നലെ നിന്ന പൊസിഷനിലാണ്. അതിന് പെട്ടെന്ന് അടിയിലേക്ക് പോരാ. അവിടെ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്നെങ്കിൽ പെട്ടെന്ന് അടിയിലേക്ക് പോരാ, അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് ട്രേഡ് പോകാൻ പറ്റും. ഇത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് നോക്കണം, അവിടെയാണ് ഇതിൻ്റെ ഒരു എൻട്രി ചെയ്യണത്. പിന്നെ നിങ്ങൾ നോക്കുക, ആ സെയിം ലെവൽ തന്നെയാണ് ഈ കൊടുത്തതാണത്. ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ഇന്നലെ നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടതാണ്, അത് തന്നെയാണ് ഇന്നും ഞാൻ പറയണത്. ആ സെയിം സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. എല്ലാതും പ്രൂഫൊക്കെ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും വീഡിയോസിലൊക്കെ ഈ ഇതേ ലൈൻസ് തന്നെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം നന്നായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ പഠിക്കുന്നു, അത്രത്തോളം നന്നായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടായ സിനാരിയോ ആണ് പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിങ്ങിന് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നല്ലൊരു ഫോളോ കിട്ടി. ആ ഫോളോ ഇവിടെ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അത് ഇവിടെ കിട്ടിയത്. ക്യാൻഡിൽസ് എന്ത് ചെയ്തു, കറക്റ്റ് ഇവിടെ ഫോൾ ഉണ്ടാക്കാണ്ട് കറക്റ്റ് മുകളിൽ കയറി ഒന്ന് സൈഡ് വൈസ് നിന്ന് ഒരു ബ്രേക്ക് വന്നു. ഈ സെൻറ്റിമെൻറ്റലാണ് തൽക്കാലം നിഫ്റ്റി പറഞ്ഞുകൊണ്ട് കണക്ക്. സെയിലിക്കൊന്നും പോകാൻ ടൈം ആയിട്ടില്ല എന്നാണ് അവർ പറയണത് കേട്ടോ. ഇതിന് അങ്ങനെയൊക്കെയാണ് റീഡ് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെ വേണേലും എന്തായാലും കുറേ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ വ്യൂ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. എൻ്റെ വ്യൂ തന്നെ നോക്കിയിരിക്കാൻ നിർബന്ധമൊന്നുമില്ല. മോർണിംഗ് സെക്ഷൻ ഭയങ്കര വോളറ്റിലായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ എസ്എൽ പോയിട്ടുണ്ട്, ചിലർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ചിലർ പ്രോഫിറ്റ് നോക്കിയിരുന്നവരുണ്ട്, ചിലർ വേറെ ട്രേഡ്സ്, അതായത് എൻ്റെ സ്ട്രൈക്കിലാണ്ട് വേറെ സ്ട്രൈക്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഓൾ ടോട്ടൽ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എനിക്കതാണ് പറയാനുള്ളത്. ഓൾ ടോട്ടൽ 0. ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന 25,450 P ആണ്. ഫസ്റ്റ് ട്രേഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ട്രേഡ് ആ ഒറ്റ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒറ്റ ക്യാൻഡിൽ ഒരു 15 പോയിൻറ്റിൻ്റെ ക്യാൻഡിലാണ് ട്രേഡ് ആക്ടിവേഷൻ നടന്നു. ഒറ്റയടിക്ക് 15 പോയിൻറ്റ് പോയി. ഇനി പോട്ടെ, അവിടെ അത് ലിമിറ്റിലെടുത്ത് കഴിഞ്ഞാൽ SL പോകും. ഈ ട്രേഡ് നമുക്ക് SL ആയിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം. നിങ്ങളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ SL ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ട്രേഡ് എടുക്കുക എത്ര നേരം വേണം? മാർക്കറ്റ് ഓർഡർ ഇടുന്ന ആൾക്കാർക്ക് 1 സെക്കൻഡ് മതി ട്രേഡ് വിൽക്കാതെ. ഇവിടെ സ്ലിപ്പേജും ഒന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റ് ഓർഡർ നിങ്ങൾ എടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ആകും. അടുത്ത സെക്കൻഡിൽ, അടുത്ത ഒരു 5 സെക്കൻഡിൽ നിങ്ങൾക്ക് SL ഇടാം. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, മെയിൻലി ഇന്ത്യൻ ഇൻഡെക്സ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ SL ഇടുക പ്രോപ്പറായിട്ട്. പറയാൻ കാരണം SL ഇടാണ്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഇതെന്ന് നിങ്ങൾ മാറ്റണം, അന്നാണ് നമുക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് ലോട്ടിൻ്റെ കാര്യം. നിങ്ങൾ ഇന്നൊരു 5 ലോട്ട് എടുത്തു, നാളെ 10 ലോട്ട് എടുത്തു, പിന്നെ ഒരു ലോട്ട് എടുത്തു. ഒറ്റ ദിവസമായിരിക്കും 1 ലോട്ട് 5 ലോട്ട് 10 ലോട്ട് എന്ന് പറഞ്ഞ രീതിക്ക് പല ട്രേഡ് എടുക്കണ്ടാവുക. ഈ 5 ലോട്ടും 10 ലോട്ടും 1 ലോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി, 10 ലോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് പറയണത് 10 ലോട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഇൻസ്പയറിങ് ആയി ഉണ്ടാവുക ഒരു മൊമെൻ്റ് ആയിരിക്കും. ഒരു മൊമെൻറ്റം അവിടെ നിങ്ങൾക്ക് കിട്ടിയതായിരിക്കും 10 ലോട്ടിക്ക് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം. ബേസിക്കലി അത് അടിച്ച് കഴിഞ്ഞാൽ 10 ലോട്ടിന് നിങ്ങൾക്ക് 10 പോയിന്റ് വെച്ച് പോയി തന്നെ നല്ലൊരു എമൗണ്ട് പോയി. ഇനി നിങ്ങൾ ഒട്ടും ഇൻസ്പയർ ചെയ്യാത്ത ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾ 1 ലോട്ട് എടുക്കണ്ടാവുക. ഈ 1 ലോട്ട് എടുക്കണ നേരത്ത് എന്തുണ്ടാവണം, ഈ സംഭവം നല്ല രീതിക്ക് പ്രോഫിറ്റ് പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് 10 ലോട്ടിനും 1 ലോട്ടിനും ഇടയിലുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് ഇത്രയും കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങളൊരു 5 ലോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയാണെങ്കിലും 20 രൂപയാണെങ്കിലും 5 ലോട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യുക. ഞാൻ പറയും പിന്നെ ലോട്ട് കുറയ്ക്കാൻ ഞാൻ പറയും. ആ ടൈമിൽ നിങ്ങൾ 1 ലോട്ടിന് ചെയ്യുക. അത് ഞാൻ പറയുമ്പോൾ ചെയ്യുക. എൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ ഞാൻ പറയണത് കറക്റ്റായിട്ട് കേട്ടിട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്ത് പോകേണ്ടത്. എല്ലാവർക്കും ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ടിരുന്നോട്ടെ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു പോകുന്നത് എല്ലാവരും ചിലപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കില്ല. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. SL ബൈ ചെയ്ത് അപ്പോൾ തന്നെ SL ഇടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോട്ട് പല രീതിയിൽ എടുക്കാൻ നിൽക്കാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 ലോട്ട് ചെയ്യുന്ന ആൾ 1 ലോട്ട് തന്നെ 1 മാസം ചെയ്യുക. 2 ലോട്ട് ചെയ്യുന്ന ആൾ 2 ലോട്ട് തന്നെ 1 മാസം ചെയ്യുക. 1 മാസം എന്ന് പറഞ്ഞൊരു ടൈം പീരീഡ് ഇതിനൊക്കെ കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്.
നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കി നോക്കുക, നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ട്രേഡിങ്ങിലും ഒരു മാറ്റമൊക്കെ കാണാൻ പറ്റും. പിന്നെ പലർക്കും ഒരു കണ്ടീഷൻ മനസ്സിലാവാത്ത അവസ്ഥകളുണ്ട് ഇപ്പോഴും. കുറേ വട്ടം പറയാറുണ്ട്, ഗ്രൂപ്പിലും പറയാറുണ്ട്. ഞാൻ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 വരെയാണ് ഫ്രീ ഗ്രൂപ്പ്. നിഫ്റ്റി ട്രേഡ്സ് മാത്രമാണ് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടുക. ബാക്കിയുള്ളത് ബാങ്ക് നിഫ്റ്റി, സെൻസസ്, ക്രൂഡ് ഓയിൽ, ഇത്രയും സെക്ഷൻസ് വരുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. നമുക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയണതല്ല, ചിലർ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്, അവിടെ ഇവിടെ എന്താ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കുള്ളതാണത്. പിന്നെ BTC ഒരു ഗ്രൂപ്പുണ്ട്, അത് ഫ്രീ ഗ്രൂപ്പാണ്. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഈ ഫ്രീ ആയിട്ട് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അതിന് എന്തെങ്കിലും റവന്യൂ കിട്ടണമെന്നുണ്ടെന്ന്. എനിക്കതിന് മാത്രം റവന്യൂ ഒന്നും കിട്ടണില്ല ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിന്നൊന്നും. ഒരു 10 പേര് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ $1 എങ്ങാനും എനിക്ക് കയറുമായിരിക്കും റെഫറൽ വഴി. ബ്രോക്കറേജ് വഴി എനിക്ക് കിട്ടണം ചിലപ്പോൾ $1 ആയിരിക്കും ഒരു 10 പേരെങ്കിലും ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ. BTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഹൈ മൊമെൻറ്റം, ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഏരിയ. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ചെറിയൊരു പ്രോഫിറ്റ് അല്ല അവിടെ വരണത്. ബ്രോക്കറേജും വരും, രണ്ടും പറയാമല്ലോ. ബ്രോക്കറേജും വരും, ഹൈ മൊമെൻറ്റം വരും. നിങ്ങൾ എടുക്കണ പ്രോഫിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്രോക്കറേജ് ഒന്നൊരു വിഷയമില്ല. മനസ്സിലായില്ലേ? ഡിഫിക്കൾട്ടാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൾട്ടാണ്. നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണ പോലത്തെ പരിപാടിയല്ല. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ചെയ്യുമ്പോൾ ബ്രോക്കറേജ് ഒരു വിഷയമാണ്, സ്ലിപ്പേജ് ഒരു വിഷയമാണ്. പക്ഷേ അതിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പറയാനുള്ള കാരണം അതിൽ അത്രയും മാത്രം റിട്ടേൺസ് അതിൽ വരും. നമുക്ക് ഓരോ ദിവസം തന്നെ അതിൽ $300, $400 ഒക്കെ പ്രോഫിറ്റ് ഈസി ആയിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. ഇന്നലെ $1600 വന്നിട്ടുണ്ട്. 220 രൂപ ട്രേഡായിരുന്നു, $1600 പ്രോഫിറ്റാണ് വന്നത്. അപ്പോൾ അത്രയും വലിയ മൊമെൻറ്റം മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് BTCയുടെ ഇന്ത്യൻ മാർക്കറ്റിലത്തെ പെർഫോമൻസാണ് പറയുന്നത് കേട്ടോ. ലീഗലായിട്ടുള്ള ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കായിട്ട് ജോയിൻ ചെയ്യാം. 25,450 ആണ് ഇത്. ഞാനിപ്പോൾ ഇട്ടേക്കണമെന്ന് മാത്രം. ഇത് ചിലപ്പോൾ അങ്ങനെയൊന്നും വരില്ല. 10 മിനിറ്റൊക്കെ ഹോൾഡ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ കോസ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിലൊക്കെ ഇറങ്ങേണ്ടി വരും. റീ എൻട്രിയിലൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിലേ ഉള്ളൂ ഇതിൽ കേട്ടോ. നമുക്ക് മുകളിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു 51-ൽ. അതൊരു 40 പോയിൻ്റ് അടുത്ത് പോയിട്ടുള്ളതാണ്. 1 വേയിൽ പോയിട്ടുള്ളതാണ് 40 പോയിൻ്റ്. അതവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടോ. ടോട്ടലി ഞാൻ പറയുമ്പോൾ ഇന്ന് വലിയ മൊമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഓട്ടം ചാട്ടണമെന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് നോക്കിയിരുന്നാലേ കിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. ഭയങ്കര സൈഡ് വൈസ് ആയിരുന്നു. എപ്പോഴേലും കിട്ടുന്ന മൊമെൻ്റാണ് ഈ കാണുന്നത്. സെൻസസിന് നമുക്ക് രാവിലെ 2 SL വന്നു പേഡ് ഗ്രൂപ്പിൽ. പിന്നെ സെൻസസിനെ കുറിച്ചൊന്നും പറയാനില്ല. 2 SL വന്നു. ചിലർക്ക് ആ 2 SL കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ചിലവരങ്ങനെ ലോസിലാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,500 C ആണ്. 25,500 C ഒരു 20 പോയിൻ്റ് പ്രോഫിറ്റ് കണ്ടിട്ട് അതിനിടയിൽ പോയിക്കാണ്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റി 20 പോയിന്റിലൊക്കെ. ഇത് വേറെ SL-ആണ് 53,500. ഒരു SL കൂടി അടിച്ചിട്ടുണ്ട്. 2 SL ഞാൻ പറഞ്ഞില്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കണത്. നിങ്ങൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാൻ പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നിട്ടുണ്ട്. റിക്കവർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്തായാലും തന്നിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ എത്രത്തോളം നിങ്ങൾ സസ്റ്റെയിൻ ചെയ്തിരിക്കണമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണെങ്കിലും ടോട്ടൽ ഇത്രയും ട്രേഡ്സാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ തെറ്റ് പറ്റില്ല എന്ന് ഞാൻ പറയണില്ല. തെറ്റൊക്കെ പറ്റും, നിങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ വൃത്തിക്ക് ഇവിടെ വീഡിയോയിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ശ്രമിക്കണവർക്കുള്ളേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റ് കേട്ടോ. ശ്രമിച്ചാലേ ഉള്ളൂ, ട്രൈ ചെയ്താലേ ഉള്ളൂ സക്സസ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു അഡ്വൈസിങ് ആണ് കേട്ടോ. അഡ്വൈസിങ് അല്ലാണ്ട് വേറെ പരിപാടികളൊന്നും നിങ്ങളിവിടെ എക്സ്പെക്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ട്രേഡുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണ് എന്നുള്ള കൺസെപ്റ്റുള്ളവർ മാത്രം പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിൻ്റെ മോളിക്ക് എൻ്റെ ചാനലിൽ നിങ്ങൾക്കൊന്നും വ്യൂ ചെയ്യാനും പറ്റില്ല, ഞാനൊന്നും പറയാനും പോണില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ, ട്രേഡിങ് സംബന്ധപ്പെട്ട ഡൗട്ടുകൾ മാത്രമാണ് ഇവിടെ ക്ലാരിറ്റി ഞാൻ തരുന്നുള്ളൂ. പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകണില്ല. അങ്ങനത്തെ ഒരു ചാനലല്ല അത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ട്രേഡിങ് ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ട്രേഡിങ് ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാൻ എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ മതി. ഫ്രീ ഗ്രൂപ്പിൽ കയറിയാൽ മതി, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. മാക്സിമം ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് 100% എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് 100% എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മേഖലയിൽ സക്സസ് ആവാൻ പറ്റും.
ഞാൻ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് മാത്രം. ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ. ആരുടെയും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമല്ല. നമ്മൾ നമ്മുടെ സൈഡ് പറയുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയണത്. 100% അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്കൊന്നും കാണിക്കാനും നേടാനും ഒന്നുമില്ല എൻ്റെ ഉള്ളിൽ നിന്ന്. ഫ്രീ ഗ്രൂപ്പാണ് നടത്തുന്നത്. ഒന്നാമത്തെ കാര്യം 10 രൂപ വരെ ഞാൻ ഇഷ്ടംപോലെ ട്രേഡ് അതിൽ ഇടുന്നുണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ മാത്രം നിങ്ങൾക്ക് നോക്കി ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രീ ഗ്രൂപ്പിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന്. ഒരു ട്രേഡ് മാത്രമല്ല ഇടുന്നത്, പല ലെവൽസ്, ഇഷ്ടം പോലെ ലെവൽസ് അതിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറി ട്രേഡ് എടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ 10 രൂപ ഓപ്പർച്യൂണിറ്റി ഞാൻ ഇടുന്നുണ്ട് അവിടെ. ഒരു ദിവസം നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. അല്ലാണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരാണ് പെയ്ഡ് ഗ്രൂപ്പിൽ കാണുന്നത്. ഞാൻ ആരും പുഷ് ചെയ്യണില്ല, കോഴ്സ് പഠിക്കാനും പുഷ് ചെയ്യണില്ല. താല്പര്യമുള്ളവർക്ക് പഠിക്കുക. ഇൻട്രസ്റ്റഡ് ആയവർ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അത് വേറെ കാര്യം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാം. അപ്പോൾ അത്രയ്ക്കുള്ള അത്ര വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഞാൻ എല്ലാതും ലെവൽസ് മെൻഷൻ ചെയ്യാറുണ്ട്. നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് BTCയുടെ ലെവൽസ്, ക്രൂഡോൻ്റെ ലെവൽസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടും. അപ്പോൾ നാളെ ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.